അമേരിക്കയിലെ വാഷിംഗ്ടൺ നഗരം 1982 ഒരു തെളിഞ്ഞ ദിവസം. ഗ്രീൻ റിവർ നദിയിലൂടെ വഞ്ചി തുഴഞ്ഞുപോയ ചിലർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചില രൂപങ്ങൾ കണ്ടു. ആദ്യം അവർ കരുതിയത് കടകളിൽ തുണി ഉടുപ്പിച്ചു വെക്കുന്ന പ്രതിമകളായിരിക്കുമെന്നാണ്. എന്നാൽ അടുത്തു ചെന്നപ്പോഴാണ് അവർ ഞെട്ടിപ്പോയത്. അത് സ്ത്രീകളുടെ മൃതദേഹങ്ങളായിരുന്നു. അവിടെയാണ് അമേരിക്കയെ വിറപ്പിച്ച ഗ്രീൻ റിവർ കില്ലറുടെ കഥ തുടങ്ങുന്നത്. അയാൾ വളരെ തന്ത്രശാലിയായിരുന്നു. തെരുവോരങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളെയും വീട് വിട്ടിറങ്ങിയ പെൺകുട്ടികളെയും അയാൾ തൻ്റെ ട്രക്കിൽ കയറ്റി വളരെ മാന്യമായി സംസാരിച്ച് അവരുടെ വിശ്വാസം നേടിയെടുക്കും. എന്നാൽ നഗരത്തിനു പുറത്തുള്ള വിജനമായ ഇടങ്ങളിൽ എത്തുമ്പോൾ അയാൾ തൻ്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കും. ഇരകളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക എന്നതായിരുന്നു അയാളുടെ ക്രൂരമായ വിനോദം. കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മൃതദേഹങ്ങൾ നദിയിലും വനങ്ങളിലും കുന്നുകൂടി. ടാസ്ക് ഫോഴ്സ് ഉപയോഗിച്ച് പോലീസ് അരിച്ചുപെറുക്കി. ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. അതിലൊരാളായിരുന്നു ഗാരി റിഡ്ജ്വേ. പോലീസിന് അയാളെ വലിയ സംശയമായിരുന്നു. പക്ഷെ ചോദ്യം ചെയ്യലിലും നുണപരിശോധനയിലും ഗാരി വളരെ കൂളായി സംസാരിച്ചു. ട്രക്ക് പെയിന്റ് ചെയ്യുന്ന ജോലി, 3 വിവാഹം കഴിച്ചയാൾ, പള്ളിയിൽ പോകുന്ന ഭക്തൻ, ഇത്രയും പാവമായ ഒരാൾക്ക് എങ്ങനെ ഇത്രയും ക്രൂരനാകാൻ കഴിയും എന്ന് ചിന്തിച്ച് പോലീസ് അയാളെ വിട്ടയച്ചു. അതായിരുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ ജയിലിൽ കിടക്കുന്ന മറ്റൊരു കുപ്രസിദ്ധ കൊലയാളി ടെഡ് ബണ്ടി പോലീസിനെ സഹായിക്കുന്നു. ഒരു കൊലയാളിയുടെ മനസ്സ് മറ്റൊരു കൊലയാളിക്കല്ലേ അറിയൂ. അവൻ ഇരകളെ കൊന്ന സ്ഥലത്ത് വീണ്ടും വരും, അവിടെ അവനെ കാത്തിരിക്കുക എന്ന് ബണ്ടി പറഞ്ഞു. ബണ്ടി പറഞ്ഞത് തന്നെയായിരുന്നു ശരി. പക്ഷെ ഗാരിയെ പിടികൂടാൻ അപ്പോഴും കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. കാലം കടന്നുപോയി. 1982 തുടങ്ങിയ കേസ് 2001 സാങ്കേതിക വിദ്യ വളർന്നു. പണ്ട് ശേഖരിച്ചു വെച്ചിരുന്ന DNA സാമ്പിളുകൾ പോലീസ് വീണ്ടും പരിശോധിച്ചു. അത്ഭുതം, ആ സാമ്പിളുകൾ ഗാരി റിഡ്ജ്വേയുടെ DNA-യുമായി 100% ഒത്തുപോയി. മാത്രമല്ല, ഇരകളുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച ചെറിയ പെയിന്റ് തുള്ളികൾ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ അത് ഗാരി ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ സ്പെഷ്യൽ പെയിന്റ് ആണെന്ന് കണ്ടെത്തി. ശാസ്ത്രത്തിനു മുന്നിൽ ആ വേട്ടക്കാരന് തോൽക്കേണ്ടി വന്നു. അറസ്റ്റിലായ ഗാരി ആദ്യമൊന്നും സമ്മതിച്ചില്ല. പക്ഷേ തെളിവുകൾ നിരത്തിയപ്പോൾ അയാൾ തകർന്നുപോയി. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ തന്റെ പാപങ്ങൾ ഓരോന്നായി ഏറ്റു പറഞ്ഞു. 48 സ്ത്രീകളെ കൊന്നതായി അയാൾ സമ്മതിച്ചു. പക്ഷേ യഥാർത്ഥ കണക്ക് 70-ന് മുകളിലാണെന്നാണ് ഇന്നും വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് പരോൾ പോലുമില്ലാതെ ജയിലിന്റെ ഇരുമ്പഴിക്കുള്ളിൽ തന്റെ ശിഷ്ടകാലം ചിലവഴിക്കുകയാണ് Gary Ridgway. I'm angry. I will always be angry. I will never have that closure. I will never have my sister back in my life. You broke my family apart for 20 years. പുറമേ കാണുന്ന ശാന്തത ചിലപ്പോൾ വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ളതാകാം. എന്നാൽ എത്ര വലിയ വിദഗ്ധനായ കുറ്റവാളിയാണെങ്കിലും കാലം കരുതി വെച്ച ആ ഒരു തെളിവ് അവനെ തേടിയെത്തും.